അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പെൻബാൽ ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് എനിക്ക് നാട്ടിലില്ലെന്ന്, അതായത് കുറേ മുന്നേ കിട്ടിയിട്ടുണ്ടായിനിയതാണ്. അപ്പോൾ ഞാൻ അന്നേ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി. എനിക്ക് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ എത്തി ഇപ്പോഴാണ് ഞാനിതൊന്ന് സെറ്റായി വോയിസൊക്കെ ഒന്ന് കൊടുക്കണത്. ഇത് എനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത് ഷിഫ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യല്ല. അതുകൊണ്ട് തന്നെ കുറേ ദിവസം വോയിസ് കൊടുക്കാതെ പിന്നെ കൊടുക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. ഇപ്പോൾ കുറേ ദിവസമായല്ലോ വീഡിയോസ് എല്ലാം അപ്ലോഡ് ആക്കിയിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വേറെ എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഞാൻ അതേപോലത്തെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിങ്ങനെ സിമ്പിളായിട്ടും എന്നാൽ കാണാനും കുറച്ച് നല്ല ക്യൂട്ടായ അസ്തറ്റിക്കൊക്കെ ആയിട്ടാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി. അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വാഷി ടൈപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നുള്ളത് ഇതിലെ കുറച്ച് സ്റ്റിക്കറുകളും പിന്നെ 2 ബുക്ക് മാർക്ക് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഈ ബുക്ക് മാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാട്ടോ അതേപോലത്തെ അങ്ങനെ കാണുന്നത്. അതും ഹാൻഡ് മെയ്ഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു എൻവലപ്പിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ലെറ്ററും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലെറ്ററിൽ വെച്ചിട്ടുള്ള വാഷി ടൈപ്പാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ ലെറ്ററും കുറച്ച് ക്യൂട്ടായിട്ട് ആൻഡ് അസ്തറ്റിക്കൊക്കെ ആയിട്ടാണ്. എനിക്ക് ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു ലെറ്റർ കിട്ടണത്. അതായത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്യൂട്ട്നെസ് ആയിക്കാരം തോന്നുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിപ്ലൈ ലെറ്റർ കൊടുക്കാനായിട്ടാട്ടോ നിൽക്കുന്നത്. ഞാൻ കുറേ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തിരക്ക് കൂടിയിനി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേഗം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി. ഓരോ എൻവലപ്പ് പോലെ അങ്ങനെ കുറച്ച് കവറുകളൊക്കെ മുന്നേ തന്നെ റെഡിയാക്കി വെച്ച്. എന്നാൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കവറ് ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ. പിന്നെ ലെറ്ററും മുന്നേ എഴുതി വെച്ചു. അങ്ങനെ എല്ലാതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ലെറ്റർ ഇടാനുള്ള പാക്ക് കുറച്ച് ചെറുതായി പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു 3 മടക്കാക്കിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കാക്കി വെക്കണത്. പിന്നെ അതിൽ തന്നെ ക്വസ്റ്റ്യനും ആൻസറും ആ ഒരു കവറിൽ തന്നെയാണ് ഞാൻ വെക്കണത്. എനിക്ക് പിന്നെ ആ ഒരു തിരക്കിനിടയിൽ കൂടെ 2 പെൻബാലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ല. ഇനി പിന്നെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളും ചെയ്യാണ്ടായിനി. അത് കഴിഞ്ഞിട്ട് വേണം ഈ പെൻബാലിൻ്റെ റിപ്ലൈ ലെറ്റർ കൊടുക്കാനും. പാകപ്പാട് കൺഫ്യൂഷനിലേനി. അങ്ങനെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം, അതായത് പെൻബാലും ഗിഫ്റ്റും എല്ലാ കാര്യങ്ങളും കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏത് തീമിലാണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മുന്നേ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു കവായി സ്റ്റിക്കർ പോലെ. അങ്ങനെ ഒരു പിങ്ക് തീമിൽ കേട്ടോ. അങ്ങനെ ആദ്യത്തെ സ്റ്റിക്കറുകളൊക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. പിന്നെ ഞാൻ ഈ പിങ്ക് കവറിൽ ഇങ്ങനെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഭവമായിട്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതേപോലെ തന്നെ അങ്ങനത്തെ വേറൊരു പാക്കും പാടെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അതിൽ പിന്നെ കുറച്ച് സ്റ്റിക്കറുകൾ കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ ഈ ഒട്ടിക്കണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ് ഇങ്ങനെ. അതിൽ കുറച്ചധികം സ്റ്റിക്കറുകളുണ്ട്. അതായത് വിൻറ്റേജ് ആയിട്ടും എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള സ്റ്റിക്കറുകളാട്ടോ. എന്തൊക്കെയാണോ ബോക്സിലുള്ളത് ആദ്യത്തെ എല്ലാം കാണുന്നതൊക്കെ എടുത്തുകൊണ്ട് വേഗം ആക്കി വെച്ചതാണ്. പിന്നെ ഈ ഒരു പാക്കിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്ലവറുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഇടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടല്ലോ, ഞാൻ എല്ലാത്തിലും ഇടലുണ്ട്. അതന്നെ ഇതിക്കും ഒരു 2-3 ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡ്രൈ ഫ്ലവർ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ അതിലേക്ക് ആ ഒരു യെല്ലോ കളർ ഫ്ലവറും പിന്നെ ഇതിൻ്റെ അതിൽ കുറച്ച് വേറെ ഡ്രൈ ഫ്ലവർ ഉണ്ടായിനി, ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു റെഡും വൈറ്റും പിന്നെ ഒരു പിങ്കും കണ്ടിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു ബൊക്ക പോലെ ഉണ്ടാക്കിയേക്കാട്ടോ ചെയ്തത്. ഒരു റിബണൊക്കെ ഒരു ഒരു പർപ്പിൾ തീമുള്ള റിബണൊക്കെ അങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അങ്ങനെ ഒരു ക്യൂട്ടായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ ഞാൻ
എന്താ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെയാവുകയെന്ന് അറിയില്ല. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു ഫ്ലവറാണ്. പിന്നെ അതിൻ്റെ അത് ക്ലോസ് ചെയ്യാനായിട്ട് അവിടെ അങ്ങനെ ഒരു ചെറിയൊരു മഷ്റൂമിൻ്റെ ഒരു ഇത് വാഷി ടേപ്പും പാടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയപ്പം അവിടെ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാട്ടോ. എത്രയാ 5 രൂപയാണ് അങ്ങനെ എത്രയോ ആയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കവറ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടുള്ള ഈ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ, അതൊന്നും എൻ്റെ അടുത്തില്ലേന് കേട്ടോ. പിന്നെ ഞാൻ കുറേ തപ്പിയിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട് കുറച്ച് ഈ പഴയ ലെറ്ററിൻ്റെ കുറച്ച് കാർഡ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതും ഇങ്ങനത്തെ കുറച്ച് പേപ്പറുകളൊക്കെ തന്നിട്ടുണ്ടായിനി. അപ്പോൾ അതെടുത്തിട്ട് വേഗം ഇതേപോലത്തെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ ഒരു കവറ് വേഗം സെറ്റാക്കിയെടുത്ത്. അപ്പോൾ കവറ് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതും പിന്നെ ആ ഒരു കവായ സ്റ്റിക്കറും പിന്നെ ആ ഒരു പിങ്ക് തീമിലൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിന് കാണാൻ. പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടപ്പോൾ ഒട്ടിച്ച സ്റ്റിക്കർ ഇങ്ങനെ ഇളകി പോരാനായിട്ട് നിന്നിന് കേട്ടോ. അപ്പോൾ ഞാനത് ഈ ഡബിൾ സൈഡ് ടൈപ്പ് ഉണ്ടാവുമല്ലോ, ഈ കട്ടി കുറഞ്ഞ, അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാണ്. അങ്ങനെ ഫ്രണ്ടിലായിട്ട് ഗുഡ് വൈബ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു ടാഗ് പോലെ ഒരിത്, അപ്പോൾ അത് ഞാൻ ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കത്തതും പോന്നിട്ടുണ്ടായിനി, അതും അതേപോലെ അങ്ങനെ ഒട്ടിച്ച് കൊടുത്ത്. ഇനി ഇങ്ങനെ ഫ്രണ്ട് ക്ലോസ് ചെയ്യണതിന് ഞാൻ ജസ്റ്റ് ഒരു വാഷി ടാപ്പ് എടുത്തിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അവിടെ ഒട്ടിക്കാനായിട്ട് ഈ പിങ്ക് തീമിലോ വൈറ്റല്ല പിങ്കിലായിട്ട് എനിക്ക് വാഷി ടാപ്പ് എൻ്റെ കയ്യിലില്ല ഇനി. അപ്പോൾ ഞാനൊരു ഗ്രിഡായിട്ടുള്ള ഒരു വൈറ്റും ബ്ലൂവും പാടെ കൂടിയിട്ടുള്ളൊരു സ്റ്റിക്കർ ഉണ്ടായിനി, സ്റ്റിക്കറല്ല വാഷി ടാപ്പ് ഉണ്ടായിനി. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് അങ്ങനെ ആൾമോസ്റ്റ് എല്ലാം സെറ്റായി. എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു സ്റ്റിക്കറുകളൊക്കെ വന്നിട്ട്. പിന്നെ ഞാനങ്ങനെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഇങ്ങനെ പേരിങ്ങനെ ഷിഫാന്ന് എഴുതിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കൊറിയർ ചെയ്യാൻ ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഇതാണ്. അങ്ങനെ ഞാൻ ആ ഒരു പാക്കിലാക്കിയിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഡ്രസ്സ് ഞാൻ എഴുതണമെന്നും ഇതിൽ കാണിക്കണില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ.